സർ നമസ്കാരം. നമ്മുടെ അഹമ്മദാബാദ് വിമാന അപകടം, എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന് കാരണമായത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി പോയതാണ് എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ടിൽ ഉൾപ്പെടെ വന്നതെന്നും അറിയുന്നു. സാർ ഒരു വിംഗ് കമാൻഡർ ആണ്. അപ്പോൾ വിംഗ് കമാൻഡർ എന്നുള്ള നിലയിൽ ഇതിന്റെ ഒരു ആധികാരികമായി എന്താണ് അന്വേഷണ റിപ്പോർട്ടുകളിൽ പറയുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ഈ വിമാന ദുരന്തത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്താണ് സാർ സംഭവിച്ചത്? റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങളൊക്കെ വസ്തുതയുള്ളതാണ്. നമസ്കാരം. ഇന്നലെയാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രിലിമിനറി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്, പബ്ലിക്കിന്റെ മുമ്പിൽ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പ്രിലിമിനറി റിപ്പോർട്ട് മാത്രമാണ്. നമ്മുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇത് കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ഒരു ടൈം അല്ല ശരിക്കും. എന്നിരുന്നാലും ആ പ്രിലിമിനറി റിപ്പോർട്ട് പരിശോധിച്ചത് ഇതിനെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ പറയാം. അതായത് പ്രധാനമായിട്ടും ഈ പ്രിലിമിനറി റിപ്പോർട്ടിൽ പറയുന്നത് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച്, അതായത് എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന സ്വിച്ച് ഓഫ് പൊസിഷനിലായിരുന്നത് കാരണം ഫ്യൂവൽ സ്റ്റാർവേഷൻ, അതായത് ഇന്ധനത്തിന്റെ ലഭ്യത കുറവ് മൂലം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് അപകട കാരണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഈ സ്വിച്ച് ഓഫായി എന്ന് പറയുന്നില്ല. അതിന് പല അസംഷൻസും ഉണ്ട്. ചില സൂചകങ്ങൾ, ഇൻഫറൻസസ് ഒക്കെ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇതിന്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ എഞ്ചിനിലേക്ക് ഇന്ധനത്തിനെ സപ്ലൈ ചെയ്യുന്ന, അതായത് ഇത് ഓൺ ചെയ്യുമ്പോഴാണ് എഞ്ചിനിലേക്ക് ഒരു വാൽവ് വഴി, പ്രധാനമായിട്ടും ഒരു സോളിനോയിഡ് വാൽവ് വഴി ഫ്യൂവൽ മീറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ കൂടി എഞ്ചിനിലേക്ക് ഫ്യൂവൽ ഇന്ധനം എത്തുകയും എഞ്ചിൻ പ്രവർത്തന സജ്ജമാവുകയും എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഈ സ്വിച്ചിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, എല്ലാം ഈ സ്വിച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ സ്വിച്ചിന് രണ്ട് പൊസിഷനുകളേ ഉള്ളൂ. ഒന്ന് റൺ പൊസിഷൻ, അതായത് അത് ഓൺ ആകുന്ന പൊസിഷൻ. രണ്ട്, അതിന് കട്ട് ഓഫ് പൊസിഷൻ. ഇപ്പൊ തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്ന ഈ സ്വിച്ചുകളുടെ ഫോട്ടോഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും രണ്ട് പൊസിഷനാണുള്ളത്. അപ്പൊ ഈ രണ്ട് പൊസിഷനുകളിലേക്കും മാത്രമേ ഈ സ്വിച്ചിന്റെ മൂവ്മെന്റ് ഉള്ളൂ. അപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഇതിനെ നീക്കണമെങ്കിൽ ഇതിനൊരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ അത് റൺ പൊസിഷനിൽ ഇരിക്കുകയാണ്, അതിനെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ആ ലോക്കിംഗ് മെക്കാനിസം ഞാൻ ആദ്യം റിമൂവ് ചെയ്യണം. അതായത് ഒരു സെൽഫ് ലോക്കിംഗ് മെക്കാനിസം ആണ്, സ്പ്രിംഗ് ലോഡഡ് സെൽഫ് ലോക്കിംഗ് മെക്കാനിസം എന്ന് ടെക്നിക്കൽ ടൈമിൽ പറയും. അതായത് റൺ പൊസിഷനിൽ ഇരിക്കുന്ന സ്വിച്ചിനെ ഞാൻ ഔട്ട്വേർഡ്ലി പുള്ള് ചെയ്യും, മുകളിലേക്ക് ഉയർത്തും. അപ്പോൾ അത് ലൂസായി, അതായത് ഫ്രീ ആയി. ഇനി എനിക്കതിനെ കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാം, പുഷ് ചെയ്യാം. കട്ട് ഓഫ് പൊസിഷനിൽ ഞാൻ കൊണ്ടുവന്നതിന് ശേഷം അതിനെ റിലീസ് ചെയ്യുമ്പോൾ വീണ്ടും അത് സെൽഫ് ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് പോകും, സെൽഫ് ലോക്ക് ആവും. അതും സ്പ്രിംഗ് ലോഡഡ് ആണ്. പിന്നെ അതിനെ അവിടുന്ന് നീക്കാൻ വീണ്ടും എനിക്ക് എന്റെ എഫേർട്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും, തനിയെ പോവില്ല. അതാണ് അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് മെക്കാനിസം, സിസ്റ്റം. ഇനി ഒരു കാര്യം വ്യക്തം, ഏതൊരു വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോട് ചോദിച്ചാലും പറയും, ഈ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ സ്വിച്ച് ഒരു മനുഷ്യൻ ഇടപെട്ടാൽ അല്ലാതെ, അതായത് ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റോടുകൂടി അല്ലാതെ ഇത് പ്രവർത്തിക്കില്ല. ഒരു മനുഷ്യന്റെ എഫേർട്ട് ഇല്ലാതെ ഇത് പ്രവർത്തിക്കില്ല. ഈ പറഞ്ഞ സെൽഫ് ലോക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു മെറ്റൽ സ്റ്റോപ്പോട് കൂടിയാണ്. ഒരു മെറ്റൽ സ്റ്റോപ്പും ഒരു സ്പ്രിംഗ് ലോഡഡ് സെൽഫ് ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഇതെല്ലാം കടന്നിട്ട് വേണം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ എഫേർട്ട് ഇതിൽ ആവശ്യമാണ്. അപ്പം ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, അവര് അനലൈസ് ചെയ്തിരിക്കുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അനുസരിച്ച് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് 600 അടി മുകളിൽ എത്തുകയും എയർക്രാഫ്റ്റിന്റെ സ്പീഡ് ഏതാണ്ട് 180 നോട്ട്സിലൊക്കെ എത്തുകയും ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സ്വിച്ചുകളും ഓഫ് ആയിരിക്കുന്നത് മനസ്സിലാക്കുകയും പൈലറ്റ് ഇൻ കൺട്രോൾ തൊട്ടടുത്ത പൈലറ്റിനോട്, അതായത് കോ പൈലറ്റിനോട് ചോദിക്കുന്നു, വൈ ഡിഡ് യു സ്വിച്ച് ഇറ്റ് ഓഫ്?
അപ്പോൾ അദ്ദേഹം പറയുന്നു ഐ ഡിഡ് ഡു സോ, ഐ ഡിഡ് നോട്ട് ഡു സോ, ഇത് ഞാനത് ചെയ്തിട്ടില്ല. ഇത് വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാകും 2 പൈലറ്റ്സിനും ഇത് സ്വിച്ച് ഓഫ് ആയത് അറിയില്ലായിരുന്നു എന്ന്. അതായത് അവരുടെ ഇന്റർവെൻഷനോട് കൂടി അല്ല ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്നാണ് ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്നത്. അതായത് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി പിന്നെ എന്ത് സാധ്യതയാണുള്ളത്? ഇവർ രണ്ടുപേരും അറിയാതെ ഇത് ഇൻഅഡ്വർട്ടന്റ് ആയിട്ട് ആക്സിഡന്റലി ഇത് ഓൺ ഓഫ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതിനൊരു സെൽഫ് ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ഇത് സ്പ്രിംഗ് ലോഡഡ് ആണ്, മെറ്റൽ സ്റ്റോപ്പ് ഉണ്ട്. അതിൽ നിന്ന് റിലീസ് ചെയ്യാതെ, ഒരു മനുഷ്യൻ റിലീസ് ചെയ്യാതെ, ഒരു ഹ്യൂമൻ എഫേർട്ട് ഇല്ലാതെ ഇത് തനിയെ കൈ തട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾ തട്ടിയോ ഓപ്പറേറ്റ് ആവുന്ന സാധനമല്ല. അങ്ങനെ ഒരു സ്വിച്ച് അല്ല, അങ്ങനെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം അല്ല ഇത്. അത് പിന്നെ ഏവിയേഷൻ രംഗത്തുള്ള ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ അത്ര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്വിച്ചാണിത്. എഞ്ചിനിലേക്കുള്ള ഒരു ഗേറ്റ് ആണ്, എഞ്ചിനിലേക്കുള്ള ഫ്യൂവലിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഗേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത്രയും പ്രൊട്ടക്ഷനോടുകൂടി അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. അത് അങ്ങനെ തനിയെ അഡ്വർട്ടന്റ് ആയിട്ട് ഒന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമേ അല്ല. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റൂൾ ഔട്ട് ചെയ്ത് കളയാം. റിപ്പോർട്ടിലും അങ്ങനെ ഒരു സാധ്യതയും പറയുന്നില്ല. അതായത് ഇത് പിന്നെ ആക്സിഡന്റലി ഓപ്പറേറ്റ് ആയതാണെന്നോ ഇൻഅഡ്വർട്ടന്റ് ഓപ്പറേഷൻ ആയതാണെന്നോ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയെ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. ഇനി മൂന്നാമതായിട്ട് റിപ്പോർട്ടിൽ തന്നെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ, അതായത് FAA ഒരു 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 ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിരുന്നവര് 2018 ഡിസംബറിൽ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ചിന്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന്റെ ഒരു പൊട്ടൻഷ്യൽ ഡിസെൻഗേജ്മെന്റ്, ഞാൻ ഈ പറയുന്നതൊക്കെ ടെക്നിക്കൽ ടേംസ് ആണ്, ടെക്നിക്കലി തന്നെ ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പൊട്ടൻഷ്യൽ ഡിസെൻഗേജ്മെന്റ് ഓഫ് ദി സ്വിച്ച്, അതായത് ഇത് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ തനിയെ ഡിസെൻഗേജ് ചെയ്യാൻ, അതായത് അതിന്റെ സെൽഫ് ലോക്കിംഗ് മെക്കാനിസത്തിൽ നിന്ന് തനിയെ റിലീസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏത് സ്വിച്ച്? ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച്. അത് 737 ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ്, ബോയിങ് 737 ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിൽ ഇങ്ങനെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് ഇത് ഇൻസ്പെക്ഷന് വിധേയമാക്കണം എന്ന് പറഞ്ഞൊരു ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു. ഈ ബുള്ളറ്റിൻ നമ്മുടെ ഈ FAA എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലെയും നമ്മുടെ DGCA പോലെയുള്ള സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി അതോറിറ്റീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ, കാരണം നമ്മുടെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഇതേ എയർക്രാഫ്റ്റ് ആണ്. FAA അമേരിക്കൻ ഏജൻസി ആണെങ്കിൽ തന്നെയും അവരുടെ ബുള്ളറ്റിനുകൾ, അവർ റിലീസ് ചെയ്യുന്ന ബുള്ളറ്റിനുകൾ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു അങ്ങനെ ഒരു ബുള്ളറ്റിൻ 2018 വന്നിരുന്നു. അതുപോലെ തന്നെ ആ ബുള്ളറ്റിനിൽ പറയുന്ന ഈ മെക്കാനിസം 737 ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതേ ലോക്കിംഗ് മെക്കാനിസം തന്നെയാണ് 787, അതായത് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട A171 എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇതേ ലോക്കിംഗ് മെക്കാനിസമാണ് ഈ എയർക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് എയർ ഇന്ത്യ യാതൊരു തരത്തിലുള്ള ഇൻസ്പെക്ഷനും ഈ സ്വിച്ചില് ഈ അഡ്വൈസറി വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. അതിന് കാരണമായിട്ട് ഈ റിപ്പോർട്ട് തന്നെ പറയുന്നു, ഇത് വെറും ഒരു അഡ്വൈസറി ആയിരുന്നു, ഒരു മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ അല്ലായിരുന്നു. അതുകൊണ്ടാണ് എയർ ഇന്ത്യ ഇത് ചെയ്യാതിരുന്നത് എന്നാണ് എയർ ഇന്ത്യയിൽ നിന്നും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ശരിക്കും ഒരു സംശയത്തിന് വഴിവെക്കുന്നതാണ്. ശരിക്കും ഇങ്ങനെ ഒരു അഡ്വൈസ്, ഏവിയേഷനിൽ സേഫ്റ്റിക്ക് ഒരു കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ല. അതായത് ഫ്ലൈറ്റ് സേഫ്റ്റി ഈസ് പാരമൗണ്ട് കൺസിഡറേഷൻ, ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. നമുക്ക് 99.999% ഒന്നും സാധ്യമല്ല. 100% അല്ലാതെ അതിന് താഴെ ഒരു പോസിബിലിറ്റിയും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു അഡ്വൈസറി വരുമ്പോൾ ഇല്ല, ഞങ്ങൾ അത് ചെയ്യുന്നില്ല കാരണം അത് മാൻഡേറ്ററി അല്ല, വേറെ അഡ്വൈസറി അല്ലേ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററിന് മാറി നിൽക്കാൻ സാധ്യമല്ല. ഞാനത് പിന്നെ ബ്ലെയിം ചെയ്യുകയോ ഒന്നുമല്ല, അതിനുള്ള സമയമൊന്നും അല്ല ഇത്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു സംശയം ആളുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെന്തുകൊണ്ട് ഇത് ഇൻസ്പെക്ട് ചെയ്തില്ല? അതുകൊണ്ട് തന്നെ ഈ സ്വിച്ചിന്റെ മാൽ ഫങ്ഷൻ എന്ന് തന്നെ പറയും, ഞാൻ ആ വാക്ക് മാൽ ഫങ്ഷൻ എന്ന് തന്നെ ഉപയോഗിക്കും. കാരണം പൈലറ്റിന്റെ ശബ്ദത്തിൽ നിന്നും കോക്പിറ്റ് വോയിസ് റെക്കോർഡഡ് വോയിസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് 2 പൈലറ്റ്സിനും ഇത് സ്വിച്ച് ഓഫ് ആയതിനെ കുറിച്ച് അറിവില്ലായിരുന്നു. പെട്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. 180 സ്പീഡിൽ എത്തിയപ്പോഴേക്ക് എഞ്ചിന്റെ ത്രസ്റ്റ് കുറയുന്നു, N1 N2 RPM എഞ്ചിന്റെ റൊട്ടേഷൻ സ്പീഡ് കുറയുന്നു. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നു, വൈ ഡിഡ് യു സ്വിച്ച് ഓഫ്? ഐ ഡിഡ്ന്റ് സ്വിച്ച് ഇറ്റ് ഓഫ് എന്ന് മറ്റേ ആൾ പറയുന്നു. അപ്പൊ 2 പേർക്കും അറിവില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരേ ഒരു സാധ്യതയേ ഉള്ളൂ, അതായത്
ഞാനൊരു ഒരു 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 അസംഷൻ പറയുകയാണ്. ഇങ്ങനെ ഒരു സാധ്യത മാത്രം പറയുകയാണ്, നോട്ട് ജമ്പിങ് ഇൻ ടു കൺക്ലൂഷൻ. അതായത് ഓക്കെ. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ചുകൾ എന്തായാലും റൺ പൊസിഷനിൽ എത്തിക്കണമല്ലോ. അപ്പൊ റൺ പൊസിഷനിൽ എത്തിച്ചു, ഫ്യൂവൽ സപ്ലൈ തുടങ്ങി, എൻജിൻ സ്റ്റാർട്ട് ചെയ്തു, എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ടാക്സി ഔട്ട് ചെയ്തു, ടാക്സി റൺവേയിലെത്തി, ടേക്ക് ഓഫ് റോൾ ചെയ്യുന്നു, ടേക്ക് ഓഫ് ചെയ്യുന്നു. ടേക്ക് ഓഫ് ചെയ്തൊരു 180 നോട്ട്സ് സ്പീഡിൽ വരെ എത്തുന്നു. ഇമാജിൻ വാട്ട് ഇഫ് ഈ സ്വിച്ച് റൺ പൊസിഷനിൽ എത്തിയതിനു ശേഷം ഇതൊരു സെൽഫ് ലോക്കിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, അത് സെൽഫ് ലോക്ക് ആകുന്നില്ല എന്ന് വിചാരിക്കുക. അത് സെൽഫ് ലോക്ക് ആകുന്നില്ല. പക്ഷെ ഗ്രൗണ്ടിൽ ഇത് ഓൺ ആയതുകൊണ്ട് തന്നെ, റൺ പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഫ്യൂവൽ സപ്ലൈ ഉണ്ട്, എൻജിൻ സ്റ്റാർട്ടായി, ഇതാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ സെൽഫ് ലോക്ക് ആകുന്നില്ല. സെൽഫ് ലോക്ക് ആകാതെ തന്നെയാണ്, അതായത് പൊട്ടൻഷ്യൽ ഡിസെൻഗേജ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബുള്ളറ്റിനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് നിമിഷവും ഇത് ഡിസെൻഗേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ട്രിഗർ വേണം. എന്തായിരിക്കും ആ ട്രിഗർ? അതായത് ഇത് 180 നോട്ട്സ് സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇനേർഷ്യൽ ഫോഴ്സ്, അതായത് നമ്മളൊരു കാറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് ത്രോ ബാക്ക് ആവും, നമ്മൾ ബാക്കിലേക്ക് പെട്ടെന്ന് പോകും. അതൊരു ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഇനേർഷ്യൽ ഫോഴ്സ്, അത് നല്ല രീതിയിലുള്ള ഒരു ഫോഴ്സ് തന്നെ എയർക്രാഫ്റ്റിനകത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഡിസെൻഗേജ് ചെയ്യാൻ സാധ്യതയുള്ള ഈ സ്വിച്ച്, അതായത് എൻഗേജ് ചെയ്തിട്ടില്ലാത്ത സ്വിച്ച്, ഈ ഇനേർഷ്യൽ ഫോഴ്സ് കാരണം ബാക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. ഇത് പറ്റില്ല, ഇതിങ്ങനെ സംഭവിക്കില്ല എന്ന് പറയണമെങ്കിൽ, അങ്ങനെ ആധികാരികമായി പറയണമെങ്കിൽ, എയർ ഇന്ത്യ ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ ചെയ്ത് ഇത് സർട്ടിഫൈ ചെയ്ത് എയർ വർത്തിനെസ്, ഇത് കാരണം ഒരു എയർ വർത്തിനെസ്സിന് ഒരു പ്രോബ്ലം ഇല്ല എന്ന് സർട്ടിഫൈ ചെയ്യണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഇതൊരു അഡ്വൈസറി മാത്രമായിരുന്നു, ഇതൊരു മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ അല്ലാതിരുന്നത് കൊണ്ട് ഞങ്ങൾ ഇത് ഇൻസ്പെക്ട് ചെയ്തിട്ടില്ല എന്നാണ്. അത് ചെയ്യാതിരുന്നത് തന്നെ വലിയൊരു തെറ്റാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനൊരു സാധ്യത ഉണ്ടാകാൻ പറ്റില്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ആർക്കും അസ്യൂം ചെയ്യാം ഇങ്ങനെയും ഉണ്ടാകാം. കാരണം അത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇങ്ങനൊരു ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു, നിങ്ങളത് ഇൻസ്പെക്ട് ചെയ്തില്ല, അല്ലാതെ ഇതിനെ ലൂസായിട്ട് വിട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മാൽ ഫംഗ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചും ഈ പറഞ്ഞതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ ടെക്നിക്കലായിട്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതും ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലർ പറയുന്ന കേട്ടു, റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം പൈലറ്റ്സിന്റെ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ, ഇദ്ദേഹത്തിന് ഞാൻ കൂടുതൽ കടക്കുന്നില്ല, പറഞ്ഞതുപോലെ പൈലറ്റ്സിന്റെ പിഴവാണ്, അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു, അങ്ങനെയൊക്കെ കുറെ കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ട് ആൾക്കാർ പോകുന്നത് കണ്ടു, പല ഈവൻ മീഡിയ വരെ. അതിലൊന്നും യാതൊരു അർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പൈലറ്റ് അല്ലെങ്കിൽ എയർ ക്രൂ ഫ്ലൈയിങ്ങിന് മുന്നേ എത്തുന്നതിന് വളരെ മുന്നേ തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ എക്സാമിനേഷനും ഒക്കെ കണ്ടക്ട് ചെയ്തതിനു ശേഷമാണ് ഡേ ഫ്ലൈയിങ് തുടങ്ങുന്നത്. അപ്പം ആ സമയത്തൊന്നും ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു വ്യക്തി ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും തോന്നി ഇതൊക്കെ ചെയ്യുമെന്നൊന്നും ധരിക്കാനും ചിന്തിക്കാനും മാത്രമുള്ള വൈൽഡ് ഇമാജിനേഷനിലേക്ക് കടക്കാനും മാത്രമുള്ള യാതൊരു സാധ്യതകളുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പിന്നെ പൈലറ്റ്സിന്റെ ഗ്രൂപ്പുകളിൽ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് വൺ സൈഡഡ് ആണ്, പൈലറ്റ്സിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. എനിക്ക് നേരെ തിരിച്ചാണ് തോന്നുന്നത്. പൈലറ്റ്സിനെ ബ്ലെയിം ചെയ്യുന്നതിനേക്കാളും ഇത് ഓപ്പറേറ്റർ ആയിട്ടുള്ള എയർ ഇന്ത്യയും മാനുഫാക്ചർ ആയിട്ടുള്ള ബോയിങ്ങിനെയും ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് കുറച്ചുകൂടെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അതിന്റെ ഒരു പ്രിഫേസിൽ തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിൽ തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഈ FAAയുടെ ബുള്ളറ്റിൻ വന്നിരുന്നതും ബുള്ളറ്റിൻ എയർ ഇന്ത്യ അവഗണിച്ചതും പക്ഷെ ഇതുകൊണ്ടായിരിക്കില്ല ഈ സംഭവം ഉണ്ടായതെന്ന് റിപ്പോർട്ട് പറയുന്നില്ല. ഇതിനെ റൂൾ ഔട്ട് ചെയ്യുന്നില്ല. ഒരു കുഴപ്പവുമില്ല ഈ സ്വിച്ചിന്, ഇൻസ്പെക്ട് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, ഈ അഡ്വൈസറി അവഗണിച്ചെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് റിപ്പോർട്ട് പറയുന്നില്ല. റിപ്പോർട്ട് എങ്ങും തൊടാതെയാണ് ഇതിനെ പറഞ്ഞു പോകുന്നത്. അതായത് ഒരു ദർ ഓപ്പണിംഗ് എ റൂം ഫോർ ദർ ടു അസ്യൂം, ഫോർ പീപ്പിൾ ടു അസ്യൂം ദാറ്റ് ദിസ് സ്വിച്ച് മാൽ ഫംഗ്ഷൻ മേ ബി എ റീസൺ. അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്വിച്ച് മാൽ ഫംഗ്ഷൻ ആണെന്നൊരു ഹിന്റ് റിപ്പോർട്ടിൽ കിടപ്പുണ്ട്. അവരതിനെ റൂൾ ഔട്ട് ചെയ്തിട്ടില്ല, പരിപൂർണമായിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ടില്ല. അത് ഒരു പക്ഷേ ഈ ഓപ്പറേറ്റർ ആയിട്ടുള്ള എയർ ഇന്ത്യ, മാനുഫാക്ചർ ആയിട്ടുള്ള ബോയിങ്,
ഇവർക്കൊക്കെ അഡ്വേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഘടകമാണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറയാത്തതും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈനൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഫൈനൽ റിപ്പോർട്ടിലും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരുപാട് ആരെങ്കിലുമൊക്കെ ബ്ലെയിം ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റേഴ്സിനെയും മാനുഫാക്ചേഴ്സിനെയും. പിന്നെ അതുപോലെ തന്നെ വിട്ടുപോകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, വിട്ടുപോകരുതാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അഡ്വൈസറി അവഗണിച്ചതിന് ശേഷം എയർ ഇന്ത്യ ആരാണ് മോണിറ്റർ ചെയ്യേണ്ടത്? എയർ ഇന്ത്യ അഡ്വൈസറി അവഗണിച്ചു. കാരണം അവർക്ക് അവർ പറയുന്നതനുസരിച്ച്, റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഈ അഡ്വൈസറി ആയിരുന്നു, ഒരു മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് അവർ അവഗണിച്ചു. വാട്ട് വാസ് DGCA ഡൂയിങ്? DGCയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? വാട്ട് ദേ വർ സപ്പോസ് ടു. അപ്പം അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. DGCA എന്ത് ചെയ്യും? അപ്പൊ അതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നില്ല. അപ്പൊ DGCA ഓപ്പറേറ്റർ ആയിട്ടുള്ള എയർ ഇന്ത്യ, റെഗുലേറ്ററി ഏജൻസി ആയിട്ടുള്ള DGCA, മാനുഫാക്ചർ ആയിട്ടുള്ള ബോയിങ്, ഇവരെയൊക്കെ ആരെങ്കിലും ഒരാളെയോ രണ്ടാളെയോ ഒക്കെ ഇതില് ഉത്തരവാദികളായിട്ട് കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ടായിരിക്കാം റിപ്പോർട്ട് വ്യക്തമായിട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയാത്തത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോഴും എത്രത്തോളം ഇതൊക്കെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമ്മുടെ മിനിസ്റ്റർ തന്നെ പറഞ്ഞതുപോലെ, ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫൈനൽ റിപ്പോർട്ട് ആൻഡ് ജസ്റ്റിസ് നീഡ്സ് ടു ബി സെർവ്ഡ്. അത് തീർച്ചയായിട്ടും വേണ്ടുന്ന കാര്യം തന്നെയാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. എന്തായാലും സാറ് പറഞ്ഞതുപോലെ ഒരു പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പൂർണ്ണമായുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷവും അപകടത്തിന് കാരണം ഇന്ധനം നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതാണ് എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം വലിയ ദുരൂഹതകളാണ് അവശേഷിക്കുന്നത്. ഈ രീതിയിൽ ബോയിങ്ങിനെ, കമ്പനിയെ കുറ്റപ്പെടുത്തുന്നു, എയർ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴും അവിടെയാണ് സാറ് സൂചിപ്പിച്ച വലിയൊരു ചോദ്യം ബാക്കിയാവുന്നത്. DGCA എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. അവരുടെ ഒരു ഉത്തരവാദിത്വം, അത്തരം റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി വ്യക്തമാണ്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് സാങ്കേതികപരമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശദമായി സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച് വിംഗ് കമാൻഡർ മഹേഷ് സർ.